അല്ല, ഇതിനകത്തൊക്കെ എന്തിനാ സത്യത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളത്. ഈ BJP-ക്കാർക്ക് ഒരു വിചാരം കാണി, സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ BJP പ്രസിഡന്റ് പോലും എന്തോ ഗൗരവം ഇല്ലാത്ത RSSകാരെ കുത്തിത്തിരിക്കേണ്ടത് എന്തോ ഒരു പദവിയാണെന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ അവർക്കുണ്ടായിരിക്കും. അത് ഇവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ പ്രശ്നമാണ്. ഈ സെൻസർ ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഗൗരവമുള്ള കാര്യമല്ലേ. പിന്നെ ഈ നാട്ടിൽ എമ്പുരാൻ പോലെ ഒരു സിനിമ, ഇപ്പം ഇവിടെ തൊട്ടുമുമ്പ് സംസാരിച്ചത് ആരാണെന്ന് ഞാൻ സ്ക്രീനില്ലാത്തോണ്ട് എനിക്ക് ആരും ആയിക്കോട്ടെ. ഇപ്പൊ അദ്ദേഹം പറയുന്ന കേട്ടു കഥാപാത്രമൊന്നും കൂടെ ഇറങ്ങി വന്നിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് കൂടെ ഇറങ്ങി വരുന്ന കഥാപാത്രങ്ങൾ കാശ്മീർ ഫയൽസും അതുപോലെ തന്നെ കേരള സ്റ്റോറിയൊക്കെ ആയിരിക്കും. അതല്ലാതുള്ള സിനിമകളൊന്നും കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കഥാപാത്രങ്ങൾ ഇറങ്ങി വരാറില്ലായിരിക്കും. അപ്പൊ എന്തായാലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പം പുഷ്പയും KGF ഒക്കെ ഇറങ്ങി കഴിഞ്ഞ സമയത്ത് മലയാളിക്ക് വലിയ സന്തോഷം അഭിമാനവും ഒക്കെ തോന്നുമ്പം അതോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ അസൂയ ഉണ്ടായിരുന്നു, ഒരു പ്രാദേശിക അസൂയ ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുന്ന, മലയാളത്തിൽ ഇറങ്ങിയ ഒരു പാൻ ഇന്ത്യൻ സിനിമയില്ല എന്ന്. ആ സിനിമയില്ല എന്നുള്ളൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് എമ്പുരാൻ സിനിമ ഇപ്പോ മലയാളത്തിലൂടെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇവര് ഇപ്പൊ RSSകാരുടെ അസ്വസ്ഥതയും അസൂയൊക്കെ കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കും. ഇപ്പൊ എമ്പുരാൻ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു സിനിമയായിരുന്നു. അതിനകത്ത് കോമഡി സീൻസ് ഇല്ല. ഇവരുടെ ഈ പ്രതിഷേധത്തെയൊക്കെ അത് കാണിക്കാൻ പറ്റാത്ത ഡിലീറ്റഡ് കോമഡി സീൻസ് ആയിട്ടൊക്കെ കാണേണ്ട കാര്യമേ ഇവരുടെയൊക്കെ പ്രതിഷേധങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വരെയുള്ളൂ. എനിക്ക് ഇവരോടൊരു സ്നേഹത്തോടെയുള്ളൊരു അഭ്യർത്ഥന, ഒന്ന്, ഇവർ ഈ പതിവ് പോലെയുള്ള ഫണ്ട് തട്ടിപ്പ് ഏർപ്പാട് ഇതിനകത്ത് കാണിക്കരുത്. ഇപ്പൊ ഞാൻ പലരുടെയും പോസ്റ്റ് കണ്ടു, ഞങ്ങൾ ഈ സിനിമയെ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകൾ. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒറ്റ സ്ക്രീൻഷോട്ട് തന്നെ ഇവന്മാരെല്ലാവരും ഇടുന്നത്. ഈ ഒരു പ്രതിഷേധം കാണിക്കാനെങ്കിൽ കാശ് മുടക്കി ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയാനുള്ളൊരു, ഇതിനകത്തെങ്കിലും ഈ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന വ്യവസ്ഥ കാണിക്കാതിരിക്കാനുള്ളൊരു മര്യാദ BJP-കാരന്മാർ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് ആകെ ഒരു വിനയത്തോടു കൂടിയുള്ള ഒരു അഭ്യർത്ഥന. പിന്നെ മാത്രമല്ല, 10 BJP-ക്കാർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് നല്ലതാണെന്നേ. ഇവരെ പോലെ അറുബോറന്മാരും യാതൊരുവിധമായ സരസകൃതി ഇല്ലാത്തവന്മാരും കലാബോധം ഇല്ലാത്തവന്മാരും കയറി ഒരു സിനിമയ്ക്ക് കയറി സ്ഥലം മെനക്കെടുത്തതിനേക്കാൾ എത്രയോ നല്ലതാ. ഒന്നാമത് ടിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇപ്പം ജനപ്രതിനിധിയാണ് ഞാൻ, എന്റെ ഓഫീസിൽ വരെ വിളിച്ചിട്ട് ഇതിന് ടിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അത്രയ്ക്ക് തിരക്കുള്ള സമയത്ത് ഇവരെ പോലുള്ള അറുബോറന്മാർ ആ സിനിമാ കൊട്ടയിൽ കയറി ഇരുന്നിട്ട് സ്ഥലം മെനക്കെടുത്തി സീറ്റ് വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ നല്ലത് കലാബോധമുള്ള മലയാളികളൊക്കെ കയറി ടിക്കറ്റ് എടുത്ത് സിനിമ കാണട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവർ ദയവ് ചെയ്ത് ഇവർ ഈ ക്യാമ്പയിൻ തുടരുക. ഇതിപ്പം പിന്നെ എന്തായാലും എമ്പുരാന്റെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ PR ടീമിന് ജോലി കുറഞ്ഞു. കാരണം ഇവര് ബഹിഷ്കരിച്ചതോടുകൂടി തന്നെ ഇവര് ബഹിഷ്കരിച്ചു. ഇന്നിപ്പം എന്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർ ഈ 2ാം ദിവസം സിനിമ കാണുന്നവരല്ല, തിരക്കൊഴിച്ചിട്ട് കാണുന്നവരാ. അപ്പൊ അതിൽ ഒരുപാട് പേരെ വിളിച്ചിട്ട് ചോദിച്ചു ടിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ട്, കാരണം BJP-ക്കാർ കാണരുതെന്ന് പറയുന്നപ്പോൾ കൊള്ളാവുന്ന സാധനമാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവര് അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടല്ല, അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ ഇന്നലെ MT രമേശ് പറഞ്ഞ കാര്യവും രാഹുൽ കേട്ടാണല്ലോ, സിനിമയായിട്ട് എടുത്താൽ മതി, ഒരു സിനിമ വന്നതുകൊണ്ടല്ലോ ഭരിക്കുന്ന സർക്കാരല്ലേ. അപ്പൊ അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ട്. അത് പേഴ്സണൽ ആയിട്ട് ഇപ്പോ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് സൂചിപ്പിച്ച പോലെ കാശ്മീർ ഫയൽ ആ സിനിമ ഇവിടെ വന്നപ്പോ അതിന് തിയേറ്റർ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. തിരുവനന്തപുരത്ത് ആകെ 2 ഷോയാണ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തിയേറ്റർ കിട്ടുന്ന അവസ്ഥയിലേക്കും കേരളത്തിൽ ഭേദപ്പെട്ട നിലയിൽ ആ സിനിമ ഓടുന്ന അവസ്ഥയിലേക്കും. അപ്പൊ സിനിമ ഏതായാലും സിനിമയായിട്ട് കാണാൻ എല്ലാവരും ശ്രമിച്ചാലും ഓക്കെയാണ്. സിനിമകൾക്ക് തിയേറ്റർ കിട്ടാറില്ല. ഇപ്പൊ RSSകാരുടെ സിനിമയ്ക്ക്, അലിൻ ജോസ് പെരേരയുടെ സിനിമയ്ക്ക് ഒന്നും തിയേറ്റർ കിട്ടുന്നില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിപ്പോ കലാമൂല്യമുള്ള സിനിമ, പ്രൊപ്പഗണ്ട സിനിമകൾ എത്ര, ഇപ്പൊ രക്തസാക്ഷികൾ സിന്ദാബാദ് പ്രൊപ്പഗണ്ട സിനിമയായിരുന്നു എന്ന് പറഞ്ഞ് തിയേറ്റർ കിട്ടിയില്ലേ? ഇഷ്ടംപോലെ തിയേറ്ററുകൾ കിട്ടി. അപ്പം പോട്ടെ, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ അസ്വസ്ഥത എന്തിനാ. ഇപ്പൊ എമ്പുരാൻ സിനിമ ഞാൻ അത് ഇന്നലെ തന്നെ കണ്ട ഒരാളാണ്. എമ്പുരാൻ സിനിമയ്ക്കകത്ത് കോൺഗ്രസ് വിമർശനം ഉണ്ടല്ലോ, അതിനകത്ത് കോൺഗ്രസ് വിമർശനമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് വിമർശനം വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ കണ്ണടച്ചിരിക്കും എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഞങ്ങൾ കണ്ണടച്ചിരുന്നുകൊണ്ട് കോൺഗ്രസ് വിമർശനം ഉണ്ടാവും. അതൊരു സിനിമയായി. ഇപ്പം മുരളി ഗോപിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താ, അല്ലെങ്കിൽ പൃഥ്വിരാജ് സുകുമാരന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താ? അതിന്റെ പേരിൽ ഈ മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാല്, മമ്മൂട്ടി, ഇവർക്കൊക്കെ എതിരെ ആര് പറഞ്ഞു കഴിഞ്ഞാലും മലയാളികൾ ഗൗരവത്തോടെ എടുക്കില്ല. ആര് പറഞ്ഞാലും അവരെ ഒറ്റപ്പെടുത്തും. BJP-ക്കാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോഹൻലാലിനും മമ്മൂട്ടിക്കും എതിരെ നല്ല ആരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും അവര് ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് BJP-ക്കാരോട്ടുള്ള നമ്മുടെ പൊതുവായ സമീപനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്നല്ലാതെ നിങ്ങൾ കണ്ടു, നിങ്ങൾ ആന്റണി പെരുമ്പാവൂരിനോടോ ശ്രീ ഗോകുലം ഗോപാലിനോടോ ചോദിച്ചാൽ മതി. ഈ BJP-ക്കാർ ഇത് ബഹിഷ്കരിച്ചതിന്റെ പേരിൽ പിന്നെ ഇതിന്റെ കളക്ഷൻ കൂടുക ചെയ്യുന്നത്. ഇനിയും തൊട്ട് എനിക്ക് തോന്നുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് മാറ്റും. ഇവർക്കെതിരായിട്ട് വിമർശനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രം മലയാളികൾ അത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്.